നമസ്കാരം, വീഗരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്തരം പോർട്ടബിൾ ആയിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുള്ള ആളുകൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. അതേപോലെ നമുക്ക് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഗ്യാസ് നിന്ന് ജനറേറ്റ് ചെയ്യാം, അതുപോലെ നല്ല പ്രഷറോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് ഗ്യാസ് കിട്ടും, അതുപോലെ കൊതുകിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, നമ്മളതിൽ വേസ്റ്റ് ഇടുന്ന സമയത്ത് ഒരു ദിവസം അഴുകിയതിന് ശേഷമൊക്കെ വേസ്റ്റ് ഇടുകയാണെങ്കിൽ അതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ പരമാവധി ഇടാൻ നോക്കുക. അതേപോലെ ഇതിൽ എത്രയാണോ ഇതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അത്ര തന്നെ ആ ഒരു കപ്പാസിറ്റിയെക്കാട്ടിലും കൂടുതൽ ഇടാതെ കറക്റ്റ് ആ ഒരു കപ്പാസിറ്റിയിൽ പറഞ്ഞിട്ടുള്ള അളവിൽ മാത്രം വേസ്റ്റ് ഇടാനൊക്കെ നോക്കുക. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നിറയുന്ന ഒരു കാര്യമൊക്കെ ഒഴിവാകും. അതേപോലെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ പറ്റും. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് പോർട്ടബിൾ ടൈപ്പാണ്. അപ്പോൾ സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു മോഡലാണിത്. ഇതിലിപ്പോൾ ഞാനൊരു വെള്ള സ്റ്റിക്കർ ഇത് എത്രത്തോളം പൊന്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ആ ഒരു പോർഷനിലൊരു വൈറ്റ് സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈവനിങ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ എത്ര ഇത് ഹൈറ്റ് വരെ ഇത് ഗ്യാസ് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ആ മുകളിൽ വെച്ചിട്ടുള്ള ഒരു കല്ലുണ്ടല്ലോ, ആ ഒരു പീസ്, അപ്പോൾ അതിൻ്റെ വെയിറ്റിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രഷർ. അത് താഴേക്ക് വരുമ്പോൾ ആ ഒരു പ്രഷറിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നല്ല ഗ്യാസിന് നല്ലൊരു പ്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വേസ്റ്റ്, ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഒരു ദിവസം പഴകിയ വേസ്റ്റാണ് ഇടുന്നത്. അതായത് ഒരു ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച കിട്ടുന്ന വേസ്റ്റ് ഞാൻ എല്ലാ ദിവസവും ഈവനിങ് ആണ് ഒഴിക്കുന്നത്. അത് ഞാനൊരു ബുധനാഴ്ച ഒരു ദിവസം വെള്ളം, കഞ്ഞിവെള്ളം എന്തൊക്കെയെല്ലാം ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഇടും എന്ന് കരുതി ഒരുപാട് 2-3 ദിവസം പഴകിയ തരം വേസ്റ്റ് ഒന്നും ഇടാറില്ല. അത് കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെവൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ചക്കയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഗ്യാസ് കിട്ടുന്നുണ്ട്. പക്ഷേ ചക്ക ഇടുമ്പോൾ ഒരു കാര്യം, ബാക്കിയുള്ള വേസ്റ്റ് ഒന്നും ഇടാനുള്ള ഒരു സ്പേസ് ഇതിൽ കിട്ടാറില്ല. അതേപോലെ ചക്കയുടെ മുകളിലുള്ള പോർഷൻ ഉണ്ടല്ലോ, മുള്ളുള്ള ഒരു പച്ച, അതൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മടലും ബാക്കിയെല്ലാം കൂടി ചെറിയ 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 പീസുകളാക്കിയിട്ടാണ് ഞാനിതിൽ ഇടാറുള്ളത്. അതും ഇതേപോലെ 1-2 ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം കുറേശ്ശെയായിട്ടാണ് ഞാൻ ചക്ക ഇടാറുള്ളൂ. എന്ന് കരുതി നമുക്ക് ഫുള്ള് ഗ്യാസും കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു 4 പേരുടെ ഫാമിലിക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗ്യാസും ഇതൊന്നും കിട്ടുന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 17-20 ദിവസമൊക്കെ ആയിരുന്നു ഒരു ഗ്യാസ് LPG നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1 മാസത്തിന് മുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് അഡീഷണൽ ഒരു 1.5 മണിക്കൂറൊക്കെ നമുക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്നുള്ളൊരു പർപ്പസും കൂടി ആയിട്ട് വേണം ഇതിനെ കാണാൻ. അതേപോലെ ഇതിൽ വേസ്റ്റ് ഇടുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു സമയക്രമം പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു ഈവനിങ്ങിലാണ് വേസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കാലത്തേക്ക് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്യാസ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിന്ന് ഫുള്ള്, അതായത് ഒരു ദിവസം ഫുള്ള് കുക്ക് ചെയ്യാനുള്ള ഗ്യാസും നമുക്ക് കിട്ടില്ല. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് വെക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു ഫാമിലി, ഒരു 4-5 പേരുള്ള ഒരു ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്ലാന്റ് ആയാലും മതിയാവും. അതിന് നമുക്ക് ഏകദേശം ഒരു കാലത്തും വൈകിട്ടും കൂടി നമുക്കൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ നമുക്ക് ഏർലി മോർണിംഗിലും അടുത്ത ദിവസം വൈകിട്ട് നമുക്കൊരു അന്നേ ദിവസം തന്നെ വൈകിട്ടും ഒരു 1/2 മണിക്കൂർ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊന്ന് ഗ്യാസ് കിട്ടുക കേട്ടോ. മാക്സിമം നമുക്കൊരു 1.5 മണിക്കൂറൊക്കെയാണ് ഇതൊന്ന് പ്രതീക്ഷിക്കാവൂ പല സമയങ്ങളിലായിട്ട്. അത് നമ്മളിടുന്ന വേസ്റ്റ് പോലെ ഇരിക്കും. എന്ന് കരുതി ഗ്യാസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടമാനം വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലൊന്നും അത് പെട്ടെന്ന് ബ്ലോക്ക് ആവുമെന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല, അത് കേടുവന്ന് പോവുകയുള്ളൂ. പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ്, ഇത് കത്തുമ്പോൾ ഭയങ്കര സ്മെല്ല് വരുമോ, കാരണം ബയോഗ്യാസിൻ്റെ ഒരു സ്മെല്ല് ഇതിലേക്ക് വരുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല. നമ്മൾ ഇതിനുകൊണ്ട് വരുന്ന ഗ്യാസിന് വേറെ സ്മെല്ലൊന്നുമില്ല. അതുപോലെ നല്ല രീതിയിലുള്ള പ്രഷറിലും ഇത് കിട്ടും കേട്ടോ. ഫസ്റ്റ് വെച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാണകത്തിൻ്റെ ഒരു സിലറി അല്ലെങ്കിൽ ചാണകത്തിൻ്റെ ഒരു ഇത് കാരണം കുറച്ചധികം പ്രഷർ കിട്ടും. പിന്നീട് ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലാതെ കുറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത്, നമുക്ക് മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ കുറഞ്ഞു വല്ലാതെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ തൊട്ടടുത്തുനിന്ന് വീടുകളൊന്നും വല്ലവിടൊന്നും നമ്മൾ പച്ചച്ചാണകം ഉണ്ടെങ്കിൽ കലക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് ആ പ്രഷറിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇനി അതുമല്ല, ചാണകം കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര എന്തെങ്കിലും മേടിച്ചൊന്ന് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും പ്രഷർ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇത് ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലമാണല്ലോ നല്ല രീതിയിൽ ഗ്യാസ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ഗ്യാസിൻ്റെ പ്രഷറും കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ ബാക്ടീരിയ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ട്. നമ്മളിതിൽ പറ്റാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിലുള്ള ബാക്ടീരിയ ഇല്ലാതായി പോകും. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഗ്യാസ് ഇല്ലാതായി വരും. അതിന് നമ്മളിപ്പോൾ ചെറുനാരങ്ങ, കുറേയധികം ചെറുനാരങ്ങ വിലക്കുറവിന് കിട്ടുമ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് കേടുവന്ന് പോകും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി കൊണ്ടുപോയി ഇതിലിട്ട് കഴിയുക, അല്ലെങ്കിൽ പൈനാപ്പിൾ, ഓറഞ്ചിൻ്റെ തൊലി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഗ്യാസ് നമുക്ക് കുറയും. അപ്പോൾ അതിൻ്റെ ബാക്ടീരിയ ഇല്ലാതാവും, അതിൻ്റെ പ്രവർത്തനം നടക്കില്ല. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഗ്യാസ് കുറവേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കെമിക്കൽ, സോപ്പ് വെള്ളമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇതിൽ വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോഴും ഗ്യാസ് നമുക്ക് വേണ്ട രീതിയിലൊന്നും
ഇത്രയും പോർട്ടബിളായിട്ട് കൺസീൽഡ് അല്ലാത്ത രീതിയിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും കൊതുക് മുട്ടയിടുക എന്നുള്ളത്. അത് നമുക്കൊരു 10 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാം. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അതിൽ കൊതുക് കണ്ടമാനം മുട്ടയിട്ട് അതിൻ്റെ ലാഭം ഇഷ്ടം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ്. ഞാൻ നെറ്റൊന്നും മേടിച്ചതിൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല. അതിന് പകരം ഞാനൊരു 10-40 രൂപയ്ക്ക് ഒരു 4-5 ഗപ്പി കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. ഗപ്പി മീനിന് ആകെ 10 രൂപയ്ക്ക് ഒരെണ്ണത്തിന് വിലയുള്ളൂ. അതൊരു 4-5 എണ്ണം കൊണ്ടുവന്ന് ഇതിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചത്തൊന്നും പോയിട്ടില്ല കേട്ടോ. ആദ്യത്തെ ഒരു തവണ ഇട്ട് കഴിഞ്ഞപ്പോൾ 1-2 ചത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പകരം വീണ്ടും 1-2 ഞാൻ ആ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇട്ടു. അതോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു 4 ഇതിലുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കൊതുകിൻ്റെ ഇതുപോലും നമുക്കിതില്ല കേട്ടോ, ലാഭ പോലും ഇല്ല. നോക്കിയറിയാം, ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടറാണ് വരുന്നത്. കാരണം കെട്ടിക്കിടക്കുന്നൊരു വെള്ളമാണ്. പിന്നെ ഇതിൽ ഓവർഫ്ലോയുടെ ഇതിൽ കൂടെ ഈ മീൻ പുറത്തേക്ക് പോവാതെയും കൂടി നോക്കണം കേട്ടോ. പിന്നെ ഈ പ്ലാന്റ് വയ്ക്കുമ്പോൾ ഒരുവിധം വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നല്ലപോലെ ഷെയ്ഡുള്ളൊരു ഏരിയയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലൊന്നും ഗ്യാസ് ഫോം ആവില്ല. അത്യാവശ്യം വെയിലും കൂടി ഈ പറയുന്ന ബയോഗ്യാസിന് കിട്ടണം കേട്ടോ. ഈ പ്ലാന്റിന് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് ജനറേറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ മീൻ അങ്ങനെ ചത്തു പോകുന്നൊന്നുമില്ല കേട്ടോ. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നോർമൽ വാട്ടർ ഒരു സാധാരണയുള്ള വെയിലൊന്നും ഇത് ചാവുന്നൊന്നുമില്ല. കാരണം അതിന് ഓടിക്കളിക്കാൻ ആവശ്യം പോലെ സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചെറിയ മീനുമാണല്ലോ, ഗപ്പിയാണല്ലോ. അപ്പോൾ അതിനുള്ള സ്ഥലമുണ്ട്. പിന്നെ കൊതുകിൻ്റെ ശല്യമില്ല. ഞാനിപ്പോൾ വലയിട്ടിട്ടില്ല, വേറൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുമുണ്ട്.